Good morning. Welcome to my class. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ് ബൈ പൈത്തൺ എന്ന പേപ്പറിലെ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇതിൽ രണ്ട് മെത്തേഡാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഒന്ന് ഓയിലർ മെത്തേഡ്, റംഗെ കുട്ട മെത്തേഡ്. നമ്മൾക്ക് ക്ലാസ്സിലേക്ക് പോവാം. വാട്ട് ഈസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ? എന്താണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ? Differential equations are one of the most important mathematical tools used in producing models for physical and biological process. അതായത് പ്രകൃതി നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെ, പ്രതിഭാസങ്ങളെ മോഡൽ ചെയ്യാൻ, അതിന് പകരമായി സമാന്തരമായ ഒരു മോഡൽ, ഒരു രൂപം ഉണ്ടാക്കാൻ ആവശ്യമായ പ്രധാനപ്പെട്ട ടൂളുകളാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. In this section, we consider numerical methods for solving the initial value problem for the first order ordinary differential equations. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് ന്യൂമറിക്കൽ മെത്തേഡ്സ്. ന്യൂമറിക്കൽ മെത്തേഡ് എന്ന് വെച്ചാൽ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് ന്യൂമറിക്കൽ മെത്തേഡ്സ്. അനലിറ്റിക്കൽ മെത്തേഡ് ആകുമ്പോൾ അതിന് ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഫോർമുല ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നതാണ്. For solving the initial value problem for first order differential equations. Ordinary differential equation. By an initial value problem for first order differential equation, we refer to the problem of the form. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ഡെറിവേറ്റീവ് മാത്രമുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിൻ്റെ ഫോം എന്ന് പറയുന്നത് dy/dx = f(x, y) y(x0) = y0. x0 എന്ന് പറയുന്ന പോയിന്റ്, x0 എന്ന് പറയുന്ന സ്ഥലത്ത് y-യുടെ വാല്യൂ y0 വാല്യൂ. The derivative of the function fx is known. The value of the function at some value of x = x0 is also known. The objective is to find out the value of the function at other values of x. The underlying idea of any routine for solving the initial value problem is to rewrite the dy's and dx as finite steps, delta y and delta x, and multiply the equations by delta x. This algebraic formulas for the change in value of y when x is changed by one step delta x. In the limit of making the step size very small, a good approximation to the underlying differential equation is achieved. എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അതായത് the value of the function at some value of x0 also is known. നമ്മൾക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് അറിയാം എന്ന് സങ്കല്പിക്കുക. അതുപോലെ x0 എന്ന് പറയുന്ന എക്സിൻ്റെ ഒരു പോയിന്റിൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്കറിയാം. അപ്പോൾ എന്താണ് നമ്മുടെ എയിം, എന്താണ് നമ്മുടെ ആവശ്യം, എന്താണ്? ദ ഒബ്ജക്റ്റീവ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് അതർ വാല്യൂസ്. x0 അല്ലാത്ത മറ്റ് എക്സിൻ്റെ വാല്യൂസിന് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ദ അണ്ടർലൈങ് ഐഡിയ ഓഫ് എനി റുട്ടീൻ ഫോർ സോൾവിങ് ദ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ഈസ് ടു റീറൈറ്റ്. സാധാരണ ഒരു സോൾവ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് dy-കളെയും ഡെൽറ്റ വൈ എന്നും dx-കളെ ഡെൽറ്റ എക്സ് എന്നും വിളിക്കുകയും മൾട്ടിപ്ലൈ ദ ഇക്വേഷൻസ് ബൈ ഡെൽറ്റ എക്സ്. അങ്ങനെ ഡെൽറ്റ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അങ്ങനെ ഈ അൾജിബ്രിക് മെത്തേഡ് ഉപയോഗിച്ച് ബേസിക്കലി അതിൻ്റെ എക്സ് ചേഞ്ച്ഡ് ബൈ വൺ ഡെൽറ്റ എക്സ്, ഓരോ എക്സ് ഡെൽറ്റ എക്സിലേക്ക് അധികമാകുന്നു, അപ്പോൾ വൈയിലുണ്ടാകുന്ന മാറ്റം കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഇൻ ദ ലിമിറ്റ് ഓഫ് മേക്കിംഗ് ദ സ്റ്റെപ്പ് സൈസ് വെരി സ്മോൾ, അങ്ങനെ ഡെൽറ്റ എക്സ് വളരെ ചെറിയ വാല്യൂ ആയി മാറ്റുമ്പോൾ എ ഗുഡ് അപ്രോക്സിമേഷൻ ടു ദ അണ്ടർലൈങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് അച്ചീവ്ഡ്. ഏറ്റവും നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ നമ്മൾ എത്തിച്ചേരും. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദിസ് പ്രൊസീജിയർ റിസൾട്ട്സ് ഇൻ ഓയിലേഴ്സ് മെത്തേഡ്. ഇതിനെയാണ് നമ്മൾ ഓയിലർ മെത്തേഡ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് കൺസെപ്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വളരെ പ്രധാനമാണ് ഓയിലർ മെത്തേഡ്, ബട്ട് നോട്ട് റെക്കമെൻഡഡ് ഫോർ പ്രാക്ടിക്കൽ യൂസ്. പക്ഷേ പ്രായോഗികമായി അത് ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാലും നമ്മൾ ഈ ക്ലാസ്സിൽ ഓയിലർ മെത്തേഡിനെയും റംഗെ കുട്ട മെത്തേഡിനെയും നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ആദ്യമായി ഓയിലർ മെത്തേഡ് എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ ദ ഇക്വേഷൻസ് ഓഫ് ഓയിലർ മെത്തേഡ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ആസ് ഫോളോസ്. ആദ്യമായി നമ്മൾ ഒരു ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ the ratio of the change in y
by the change in x, the corresponding change in x, in the limiting value of the change in x tends to 0. അതായത് the ratio change in y എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് എച്ചിലെ വൈയുടെ വാല്യൂ മൈനസ് എക്സിലെ വൈയുടെ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ചേഞ്ച് ഇൻ വൈ കിട്ടും. അതിനെ എച്ച് കൊണ്ട് എക്സിലുണ്ടായ ചേഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. പക്ഷേ ഈ ചേഞ്ച് എക്സ് ടെൻസ് ടു 0, എച്ച് അല്ലെങ്കിൽ എച്ച് ടെൻസ് ടു 0, ഇതിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾക്ക് y of xn plus h is equal to y of, which implies y of xn plus h is equal to y of xn plus h into, ഈ ഇക്വേഷനിൽ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? y of xn plus h is സമം h into y dash xn plus y of xn എന്ന് കിട്ടും. അപ്പോൾ y of xn plus h സമം y of xn plus h into y dash xn. So the above equation implies that if the value of the function is known to be yn at the point xn, its value at a nearby point xn plus 1 is given by yn plus y dash into xn plus 1 minus xn. അതായത് നമ്മൾക്ക് ഒരു xn എന്ന് പറയുന്ന സ്ഥലത്തെ yയുടെ വാല്യൂ അറിയാമെങ്കിൽ നമ്മൾക്ക് xn പ്ലസ് 1 എന്ന് പറയുന്ന അതിൻ്റെ അടുത്തുള്ള എക്സ്, തൊട്ടടുത്തുള്ള ഒരു എക്സിലെ വാല്യൂ, എക്സിൻ്റെ വാല്യൂവിലുള്ള വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് വൈ അറ്റ് വൈ എക്സനിലെ വൈയുടെ വാല്യൂ പ്ലസ് ഡെറിവേറ്റീവ് വൈ ഡാഷ് എക്സനിലെ വൈ ഡാഷിൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈഡ് ബൈ ഈ വ്യത്യാസം, എക്സിലുള്ള വ്യത്യാസം, അതായത് നമ്മളിപ്പോൾ നെയ്ബറിംഗ് പോയിന്റും ആദ്യത്തെ എക്സ് പോയിന്റും തമ്മിലുള്ള വ്യത്യാസം. ഇതിനെയാണ് ഓയിലർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ദിസ് പ്രോഗ്രാം കാൽക്കുലേറ്റ്സ് ദ വാല്യൂ ഓഫ് ദ സൈൻ ഫംഗ്ഷൻ യൂസിങ് ഇറ്റ്സ് ഡെറിവേറ്റീവ്, ദറ്റ് ഈസ് കൊസൈൻ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഒരു പോയിന്റിലെ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവും അറിയാം, ആ ഫംഗ്ഷൻ്റെ വാല്യൂവും അറിയാം എങ്കിൽ നമ്മൾ ആ പോയിന്റിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പോയിന്റിലെ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇത്രയും കാര്യങ്ങൾ മതി. ആ തൊട്ടടുത്ത പോയിന്റും ഒറിജിനൽ പോയിന്റ് തമ്മിലുള്ള ദൂരം, ആ പോയിന്റിലെ ഫംഗ്ഷൻ്റെ വാല്യൂവും ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ വാല്യൂവും നമുക്കറിയാം എങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾക്ക് ഒരു ഫംഗ്ഷൻ്റെ, സൈൻ ഫംഗ്ഷൻ്റെ ഓയിലർ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിയേ, ആദ്യം ഇമ്പോർട്ട് മാത്ത് h is equal to 0.01, x is equal to 0, y is equal to 0. x 0, y 0 ആക്കി, ഇനിഷ്യൽ വാല്യൂ അറിയാം. ഇനി while x math dot py 3.14 എത്തുന്നത് വരെ പ്രിന്റ് എക്സ് വൈ math dot sin x y plus h into math dot cos x, x is equal to x plus h. അപ്പോൾ ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ മാത്ത് ഡോട്ട് പൈ എന്ന് പറഞ്ഞാൽ ഇവിടെ പൈയുടെ വാല്യൂ എക്സിൻ്റെ വാല്യൂ പൈക്ക് താഴെ ആകുന്നത് വരെ, അപ്പോൾ പൈയുടെ വാല്യൂ എഴുതുന്നതിന് പകരം മാത്ത് ഡോട്ട് പി ഐ എന്ന് ഉപയോഗിച്ചാലും മതി. ഇവിടെ പ്രിന്റ് എക്സ് വൈ മാത്ത് ഡോട്ട്, അപ്പോൾ ആദ്യത്തെ എക്സിൻ്റെ വാല്യൂ വൈയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു, അതിന് പിന്നെ സൈൻ എക്സിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു, പിന്നെ വൈയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. വൈയുടെ വാല്യൂ എന്ന് വെച്ചാൽ തൊട്ടടുത്ത വാല്യൂ, എക്സിൻ്റെ തൊട്ടടുത്ത എക്സ് എന്ന് പറയുന്ന സ്ഥലത്തെ വൈയുടെ വാല്യൂ കണ്ടുപിടിച്ച് പ്രിന്റ് ചെയ്യുന്നു. ഇതിനാണ് ഓയിലേഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഓർഡർ റംഗെ കുട്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ് ഓയിലർ മെത്തേഡിനേക്കാളും. അത് എങ്ങനെയാണെന്ന് നോക്കാം. The formula for the Euler method is now yn plus 1 is equal to yn plus h into f of xn yn. അതായത് തൊട്ടടുത്ത പോയിന്റിനെ, എക്സിലെ തൊട്ടടുത്ത പോയിന്റിനെ, നെയ്ബറിംഗ് പോയിന്റിനെ yn പ്ലസ്, ആ നെയ്ബറിംഗ് പോയിന്റിലുള്ള വൈയുടെ വാല്യൂവിനെ yn പ്ലസ് 1 എന്ന് വിളിച്ചു. പിന്നെ ഒറിജിനൽ പോയിന്റിനെ, പ്രീവിയസ് പോയിന്റിലെ വൈയുടെ വാല്യൂവിനെ yn എന്ന് വിളിച്ചു. ഈ ഡിഫറൻസ് ഇൻ എക്സിനെ h എന്ന് വിളിച്ചു. പിന്നെ ഫംഗ്ഷൻ ദ വാല്യൂ, എക്സനിലെ ഫംഗ്ഷൻ്റെ വാല്യൂ. ഇനി ദിസ് ഫോർമുല ഈസ് അൺസിമെട്രിക്കൽ ആസ് ഇറ്റ് അഡ്വാൻസസ് ദ സൊല്യൂഷൻ ത്രൂ ആൻ ഇന്റർവൽ h ബട്ട് യൂസസ് ഡെറിവേറ്റീവ് ഇൻഫർമേഷൻ ഓൺലി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദാറ്റ് ഇന്റർവൽ. ഈ ഫോർമുല ഒരു അൺസിമെട്രിക്കലാണ്, സിമെട്രിക്കൽ അല്ല. കാരണം അത് ഇന്റർവൽ ഹെച്ചിൽ ശേഷമുള്ള വാല്യൂ കണ്ടുപിടിക്കുന്നു, സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. പക്ഷേ ഈ ഇന്റർവെല്ലിലെ തുടക്കത്തിലുള്ള ഡെറിവേറ്റീവ് മാത്രമേ അത് കണ്ടുപിടിക്കുന്നുള്ളൂ. എന്തുകൊണ്ട് ഓയിലർ മെത്തേഡ് പ്രാക്ടിക്കൽ യൂസിന് റെക്കമെൻഡ് ചെയ്യുന്നില്ല? കാരണം ദിസ് മെത്തേഡ് ഈസ് നോട്ട് വെരി ആക്യുറേറ്റ് വെൻ കമ്പയർഡ് ടു അതർ മെത്തേഡ്സ്, fancier methods run at the equivalent step size.
വളരെ ആക്യുറേറ്റ് അല്ല. ഇറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ മെത്തേഡ്, ദാറ്റ് ഈസ് ഇറ്റ്സ് എറർ ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് എച്ച് സ്ക്വയർ. It is not a stable method as it changes its value with the change of step size. Step size മാറുന്നതിനനുസരിച്ച് വാല്യൂ ചേഞ്ച് ആകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് വേറൊരു മെത്തേഡിനെ കുറിച്ച് ചിന്തിക്കാം. ഈ ഇൻ്റർവെലിൻ്റെ തുടക്കത്തിൽ മാത്രമേ നമ്മൾ ഡെറിവേറ്റീവ് ഓയിലർ മെത്തേഡിൽ കണ്ടുപിടിക്കുന്നുള്ളൂ. പക്ഷേ അതിന് പകരം ആ ഇൻ്റർവെല്ലിലെ മിഡ് പോയിന്റിലും കൂടെ നമ്മൾക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെയായിരിക്കും നോക്കാം. കൺസിഡർ ഹവർ ദ യൂസ് ഓഫ് എ സ്റ്റെപ്പ് ലൈക്ക് 1 ടു ടേക്ക് എ ട്രയൽ സ്റ്റെപ്പ് ടു ദ മിഡ് പോയിന്റ് ഓഫ് ദ ഇൻ്റർവെൽ. ഇവിടെ നമ്മൾ പടത്തിൽ കാണുന്നത് അതായത് 1 to 2 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിന് നടുക്ക് ഒരു പോയിന്റ് സങ്കല്പിക്കുന്നു. Then use the value of both x and y at that midpoint to compute the real step across the whole interval. എന്നിട്ട് നമ്മൾക്ക് എക്സും വൈയും ഉപയോഗിച്ച് ആൻഡ് വൈ അറ്റ് ദ മിഡ് പോയിന്റിലെ വൈ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ഈ ഇൻ്റർവെൽ മുഴുവനും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി അതിൽ നമ്മൾ കുറച്ച് കോൺസ്റ്റൻറ്റുകളെ ഡിഫൈൻ ചെയ്യുന്നു. ആദ്യമായി K1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് h ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ വൈ എൻ, K2 എന്ന് പറയുന്നത് h ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ പ്ലസ് എച്ച് ബൈ ടു വൈ എൻ പ്ലസ് വൈ K1 ബൈ ടു. അതായത് നമ്മൾ K1 എന്ന് പറയുന്നത് ഒരു എക്സിൻ്റെ ഒരു വാല്യൂ, അതായത് h ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ വൈ എൻ. രണ്ട് കോൺസ്റ്റൻറ്റുകൾ നമ്മൾ ഡിഫൈൻ ചെയ്തതിന് ശേഷം നമ്മൾക്ക് വൈ എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് വൈ എൻ പ്ലസ് K2 എന്ന് പറയുന്നത് എന്താണ്, h ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ പ്ലസ് എച്ച് ബൈ ടു വൈ എൻ പ്ലസ് K1 ബൈ ടു. അതായത് എക്സിൻ്റെ മിഡ് പോയിന്റിലും വൈൻ്റെ മിഡ് പോയിന്റിലും, അതായത് നമ്മൾ എടുക്കുന്ന എക്സ് ഇൻ്റർവെല്ലിൻ്റെ മിഡ് പോയിന്റിലും അതേപോലെ നമ്മൾ ഓയിലർ മെത്തേഡിൽ കണ്ടുപിടിച്ച വൈൻ്റെ മിഡ് പോയിന്റിലും എന്ത് സംഭവിക്കുന്നു, അവിടെ വെച്ച് നമ്മൾ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്ത് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ 2നെ നമ്മൾ മിഡ് പോയിന്റ് മെത്തേഡ് എന്ന് പറയും. അങ്ങനെ നമ്മൾ ഇതിനെയാണ് സെക്കൻഡ് ഓർഡർ റംഗെ-കുട്ട മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിന് ഫോർത്ത് ഓർഡർ റംഗെ-കുട്ട മെത്തേഡ് ഇനി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഓർഡർ മാത്രം പഠിച്ചാൽ മതി. അങ്ങനെ വീണ്ടും ഒന്നും കൂടെ പറയാം. K1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് h ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ വൈ എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓയിലർ മെത്തേഡിൽ നമ്മൾ പറഞ്ഞു വൈ എൻ പ്ലസ് വൺ സമം വൈ എൻ പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ വൈ എൻ എന്നതിലെ ആ ഓയിലർ മെത്തേഡിലെ രണ്ടാമത്തെ ടേമിനാണ് K1 എന്ന് പറയുന്നത്. പക്ഷേ K2 എന്ന് പറയുന്നത് ഓയിലർ മെത്തേഡിലെ രണ്ടാമത്തെ ടേം ആണെങ്കിലും പക്ഷേ അത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, അതായത് h ബൈ എക്സ് എൻ പ്ലസ് എച്ച് വൈ എൻ പ്ലസ് K1. അപ്പോൾ വൈ എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് വൈ എൻ പ്ലസ് K1 പ്ലസ് K2 ബൈ ടു, അതിൻ്റെ മിഡ് പോയിന്റ്. അതായത് K1 പ്ലസ് K1 എന്ന് പറയുന്നത് എക്സിൻ്റെ സെക്കൻഡ് K1 എന്ന് പറയുന്നത് h ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ വൈ എൻ ആണ്. K2 എന്ന് പറയുന്നത് വൈയിലെ മിഡ് പോയിന്റ് ആണ്. This is the algorithm. The algorithm first step is read x0 and y0, xn, last point up to which the solution is to be obtained, number of calculation points, step size, then find y0, x0, y0 for I is equal to 1 to n. K1, x2 is find out. K2, h into f of x2 y plus K1. y2 is equal to y plus K1 plus K2 by 2, print x2 y2. Then you repeat this process by putting the x2 as x and y2 as y. ഇത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അതിനുശേഷം ലൂപ്പ് അവസാനിക്കുന്നു. ഫോർത്ത് ഓർഡർ റംഗെ-കുട്ട മെത്തേഡിലാണെങ്കിൽ നമ്മൾക്ക് ഈ പറഞ്ഞ മിഡ് പോയിന്റിലുള്ള ഇതിന് പകരം രണ്ട് പ്രാവശ്യം, വൺ അറ്റ് ദ ഇനിഷ്യൽ പോയിന്റ്, ട്വൈസ് അറ്റ് ദ ട്രയൽ മിഡ് പോയിന്റ്സ് ആൻഡ് വൺ അറ്റ് ദ ട്രയൽ, 4 സ്ഥലത്ത് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അവിടുത്തെ ആവറേജ് എടുക്കുന്നതിനെയാണ് ഈ റംഗെ-കുട്ട ഫോർത്ത് ഓർഡർ മെത്തേഡ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു.